ദല്ലാൾ നന്ദകുമാറിനെ പോലെയുള്ളവരുമായുള്ള ബന്ധം ഇങ്ങനെയാണ് പ്രശ്നങ്ങളായിട്ട് വരിക എന്നും അന്ന് തന്നെ സൂചിപ്പിച്ചിരുന്നു. അത് ഞങ്ങൾ പൊതുവായിട്ട് ചർച്ച ചെയ്തപ്പോഴത് ശരിയാണ്. നന്ദകുമാറുമായിട്ടുള്ള ബന്ധം ഉൾപ്പെടെ മുമ്പേ അവസാനിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് സഖാവ് ജയരാജനും ചൂണ്ടിക്കാണിച്ചത്. ഇതാണ് അത് സംബന്ധിച്ച് പറയാനുള്ള കാര്യം. എന്താണ് ഞങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമില്ല. കാരണം എന്താ പറഞ്ഞാല് അതിലുണ്ടായ സംഭവം ഇങ്ങനെയാണ്. ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് തലേ ദിവസം തന്നെ 25-ാം തീയതിയും ചോദിച്ചിട്ടുണ്ട്, 26-നും ചോദിച്ചിട്ടുണ്ട്. അതിന് ഉള്ള കാര്യം വസ്തുതാപരമായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ആ പറയാൻ പാടില്ല, കളവേ പറയാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ പിന്നെ അത് നിങ്ങളുടെ ഒരു നിലപാടാണ്. കളവെന്നെ പറയാനായിരുന്നു എന്നുള്ളതല്ലേ നിങ്ങൾ പറഞ്ഞു വരുന്നത്. സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. എന്താ എങ്ങനെയാ വന്നത് കണ്ടതൊക്കെ കൃത്യമായിട്ട് ജയരാജൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയാനേ പാടില്ല, കാണാനേ പാടില്ല എന്നുള്ള എന്ത് രാഷ്ട്രീയങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? ഒരു ദോഷം ചെയ്യില്ല, പാർട്ടിക്ക് ഒരു ദോഷം ചെയ്യില്ല. കാരണം വസ്തുതാപരമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു മാത്രമേ ഉള്ളൂ. അല്ല, മുഖ്യമന്ത്രി അത് അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി എവിടുന്ന കണ്ടത്. ഞാൻ കണ്ടല്ലോ ഈ കഴിഞ്ഞ 24-ാം തീയതി പോകുമ്പോൾ തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ. പക്ഷേ നമ്മൾ തമ്മിൽ യാതൊരു ബന്ധമില്ല. അതുകൊണ്ട് അയാളൊരു ഭാഗത്തിരുന്നു, ഞാൻ വേറൊരു ഭാഗത്തിരുന്നു. അതെ, അങ്ങനെ തന്നെ കാണുള്ളൂ. വേറെ എങ്ങനെ കാണുള്ളൂ? ഇത് അതെ, ഫ്ലൈറ്റിൽ നിന്ന് വന്ന് കണ്ടു, നമ്മൾ പോകുന്ന വഴിക്ക് കണ്ടു, അത്രയും വ്യത്യാസം. വേറെ അധികം വിശദീകരണത്തിന് പ്രശ്നമില്ല. നിങ്ങൾക്ക് പറഞ്ഞാലും മനസ്സിലാവാതെ എന്താ വെച്ചാൽ നിങ്ങൾക്കൊരു അജണ്ടയുണ്ട്. ആ അജണ്ട ഞങ്ങളെ ചെലവിൽ നടത്തണമെന്നാണ് നിങ്ങൾ ധരിക്കുന്നത്. നിങ്ങൾ പറ, ചോദിക്കും, ഓരോരാളായി ചോദിക്കും. അത് അന്നും രാഷ്ട്രീയം തന്നെ. ഇത് നമ്മൾ യാതൊരു ബന്ധമില്ല. ഇദ്ദേഹം അവിടെ പോയി നേരിട്ട് കാണാൻ പോയതാ. ഇതിലെ പോവുകയായിരുന്നു, പോകുന്ന വഴിക്ക് ഞാൻ കണ്ടു എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. അത് തന്നെയാണ് യാവാസ്കറും പറഞ്ഞത്, അത് തന്നെയാണ് ജയരാജനും പറഞ്ഞത്. അത്ര നിഷ്കളാണ്, അത്ര നിഷ്കളങ്കമാണ്. പോരെ, അതൊക്കെ ഒരു ശുദ്ധ അസംബന്ധമാണ്. അതല്ലേ കേസ് കൊടുക്കാൻ പറഞ്ഞത്. അസംബന്ധം പറഞ്ഞതിനെല്ലാം കേസ്. തെറ്റായ വിശദീകരണം നൽകിയിട്ടുള്ള ഇവരെല്ലാം നിലപാടിനെ ശക്തിയായിട്ട് നിയമപരമായിട്ട് നേരിടും.